ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ആ വ്യക്തി എന്താണ് നിങ്ങളെ പറ്റി ധരിക്കുന്നത്, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമുക്കിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള ബോട്ടം ഓഫ് ദി ഡെക്ക് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പം ആ വ്യക്തിക്ക് ഒത്തിരി ഓപ്ഷൻ ഉള്ളതായിട്ട് പറയുന്ന ഈ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് വളരെയധികം ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു ഓപ്ഷൻ ആ വ്യക്തി തിരഞ്ഞെടുക്കുന്നതാണ് ഈ എനർജി പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒത്തിരിയധികം സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒത്തിരിയധികം ഓപ്ഷൻ ഉള്ള വ്യക്തിയാണ്. അതിൽ ഒരു ഓപ്ഷനാണ് നിങ്ങളും. അപ്പം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള സാഹചര്യങ്ങളെ ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. അത്രത്തോളം കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ വന്നത്. രണ്ടാമത്തെ കാർഡ്, ആ വ്യക്തി ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ കൂടെ പോകുന്നതാണ്. അപ്പം എന്തെങ്കിലും നല്ല ജോലിയോ നല്ല തലപ്പത്തിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ ആ വ്യക്തി വഴി ഒത്തിരി പേർക്ക് അത് ഇൻകം വരുമാനം ഒക്കെ ഒരുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ആ വ്യക്തി മനസ്സിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുണ്ട്, പക്ഷെ എന്നാലും ആ വ്യക്തി കൂടുതൽ ആ കരിയറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും കാരണം സാമ്പത്തികമാണ്. അപ്പം ആ വ്യക്തിയുടെ സ്പിരിച്വൽ അവേക്കനിങ് നടന്നെന്ന് പറഞ്ഞാലും ആ വ്യക്തിയുടെ കർമ്മ മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോകുന്നു എന്നാണ്. എങ്ങനെയെങ്കിലും മുകളിലെത്തണം, കുറെ പേർക്ക് ജീവനോപാധിയാകണം എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ. കൂടെ നിങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്നാലും കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് 7 ഓഫ് സോർട്സിന്റെ ആണ്. 7 ഓഫ് സോർട്സിന്റെ എനർജി പറയുന്നത് ആ വ്യക്തിക്ക് ഈ ബന്ധത്തോട് വളരെ താല്പര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ വിട്ടുവരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതെന്നാണ് 7 ഓഫ് സോർട്സ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പിന്തിരിഞ്ഞ് നടക്കണം. നമുക്ക് നോക്കിയാൽ അറിയാം, പുറകിൽ ആ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് നടക്കണം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും സാഹചര്യങ്ങൾ മോശമായിട്ട് ഈ ബന്ധത്തിലുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് എങ്ങനെയും അതൊക്കെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, ഇപ്പുറത്തുള്ള ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നെത്തണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. നാലാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പിന്റെ എനർജിയാണ്. അപ്പൊ ആ വ്യക്തിക്ക് സാമ്പത്തികമായിട്ടും ഒന്നും ഒരു കുഴപ്പമുള്ള ഒരു ജീവിതമല്ല, പക്ഷെ ആ വ്യക്തിക്ക് എന്തൊക്കെയോ കുറവുകളുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഒറ്റപ്പെട്ട ഒരു എനർജിയാണ് ആ വ്യക്തി. അപ്പം ആ വ്യക്തിക്ക് നിങ്ങളിൽ ഒത്തിരിയധികം പ്രതീക്ഷ ഉണ്ട് ഈ ബന്ധത്തിൽ എന്നാൽ പിന്നെ ആ വ്യക്തി പേടിക്കുന്നുണ്ട്, എന്റെ കൈ വിട്ട് പോകുമോ ഈ വ്യക്തി, ഞാൻ പിന്നെ ഒറ്റപ്പെടും, അങ്ങനെയൊക്കെയുള്ള ചില ഭയ ആശങ്കകളോടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പം ആ വ്യക്തിക്ക് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതലധികം ഭയമാണ്. എന്ന് പറഞ്ഞാൽ ഈ ബന്ധം പോകുമോ, ഈ ബന്ധം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ഭയത്തോടെ മുന്നോട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ പ്രപഞ്ചം പറയുന്ന, യൂണിവേഴ്സ് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ നീ മുന്നോട്ട് പൊക്കോളൂ, നീ മുന്നോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഈ 3 കപ്പുകൾ, മറിഞ്ഞു കിടക്കുന്ന 3 കപ്പുകൾ, നീ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് അതിലും മനോഹരമായ 2 കപ്പുകൾ പ്രപഞ്ചം തന്നിട്ടുണ്ട്. പക്ഷെ ആ വ്യക്തി പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് വാസ്തവം. അടുത്തത് ഫുൾ കാർഡാണ്. ഈ ഫുൾ കാർഡ് ആ വ്യക്തി എന്ത് മനസ്സിൽ വിചാരിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാത്തിനും ഉപേക്ഷിച്ച് ഈ വ്യക്തിയിലേക്ക് വന്നു ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ബന്ധമാണ് മുഖ്യം, ഈ ബന്ധത്തിലേക്ക് വരണം എന്നാണ്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരായിരിക്കും, എന്തെങ്കിലും വീട്ടിലെ സാഹചര്യം കൊണ്ടോ എന്തെങ്കിലും പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നവരായിരിക്കും. അപ്പം എനിക്ക് മറ്റേ സാഹചര്യം ഉപേക്ഷിച്ചാലും എനിക്ക് ഈ സാഹചര്യത്തോടൊപ്പം ഈ ബന്ധത്തോടൊപ്പം മുന്നോട്ട് പോകണം എന്നാണ് ആ വ്യക്തി ദി ഫുൾ കാർഡ്. അപ്പം ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഒരാളുടെ വില ഒരാൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് എങ്ങനെയും അവിടെ ഉപേക്ഷിച്ച് തിരികെ വന്നിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. നിങ്ങളിലേക്ക് വന്നിട്ട് ഈ ബന്ധം തുറന്നു കൊണ്ടുപോകണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെന്നാണ് ഫുൾ കാർഡ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ്, ആറാമത്തെ കാർഡ് 2 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. ഈ എല്ലാ സാഹചര്യങ്ങളെയും ഒത്തുകൊണ്ടുപോകാൻ ഈ വ്യക്തി വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത്
അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുള്ള പ്രവൃത്തിയാണെന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളെയും കൂട്ടി എങ്ങനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല ഈ വ്യക്തിക്ക്. അപ്പുറത്ത് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഇപ്പുറത്ത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുന്നോട്ട് എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷനെ മറികടന്ന് പോണം എന്നാണ് ഈ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് എല്ലാവർക്കും റെസനേറ്റ് ആയെന്ന് കരുതുന്നു. അപ്പൊ റെസനേറ്റ് ആയവർ താങ്ക് യു ഏഞ്ചൽ എന്ന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ.